തിരുവനന്തപുരം നഗരം പഴയ തിരുവനന്തപുരം നഗരമല്ല. നഗരവഴികളിലൂടെയുള്ള യാത്ര അത് വെറുമൊരു യാത്രയുമല്ല. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരുക്കിയ വഴികൾ നഗരത്തിലെ മറ്റൊരു ആസ്വാദനം കൂടിയാണ്. കാണാം ആ വഴിക്കാഴ്ച. തിരുവനന്തപുരം നഗരസഭയിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ വാർത്ത നിങ്ങൾ ഒരുപാട് പരമ്പരകളായി കണ്ടതാണ്. പക്ഷേ ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ വാഹനമോടിക്കുന്നതും ആളുകളുമായി അടുത്തിടപഴകുന്നതും ഓട്ടോ ഡ്രൈവർമാരാണ്. നമുക്ക് ഒരു ഓട്ടോയിൽ സഞ്ചരിച്ച് തന്നെ കാണാം റോഡിന്റെ മാറ്റം. ചേച്ചി, എങ്ങനെയുണ്ട് ഇപ്പോൾ റോഡുകൾ? വളരെ മാറ്റമുണ്ട്, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. സ്മാർട്ട് സിറ്റിക്ക് വന്നത് ഭയങ്കര വ്യത്യാസമുണ്ട്, ഡിഫറെൻ്റ് ഉണ്ട്. പിന്നെ മക്കളിൽ നടക്കാനുള്ള നടന്നടക്ക് ഉണ്ട്, സൗകര്യം. എത്ര വർഷമായി ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ വണ്ടി ഓടി കുറേ വർഷങ്ങളാവാറുണ്ട്. ഇപ്പം ആട്ടോ ഫീൽഡിൽ വന്ന് 7 വർഷം ആവാറുണ്ട്. 7 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നോ ഈ റോഡുകളൊക്കെ ഉണ്ടായിരുന്നത്? അല്ല, അത്രയില്ല, കുണ്ടുകുളി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടിയിലൊക്കെ ഓടിക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങൾ അവസ്ഥയും ഉണ്ടായത്. ഇപ്പം കുറച്ച് മാറ്റങ്ങൾ കൂടുതലുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട്. ആ, കുഴപ്പമില്ല, നന്നായിട്ട് എടുക്കാറുണ്ട്. കുറച്ച് റോഡ് നടക്കാനുള്ള ഒരു ഫീലും ഉണ്ടല്ലോ. തിരക്കിലും സൈഡാക്കി പോകാനുള്ള ഒരു സൗകര്യം കിട്ടിയല്ലോ, അത് വളരെ സന്തോഷമാണ്. ആളുകളൊക്കെ നല്ല യാത്ര ചെയ്യാൻ സൗകര്യമുണ്ട്. നല്ല വെള്ളയമ്പലം തൊട്ട് നമ്മുടെ ഇവിടെ ചെന്നിട്ട് വരെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യും. അതേപോലെ നമ്മുടെ ഹോളി ഏഞ്ചൽസ് റോഡ്, ഇപ്പോൾ ചെയ്ത റോഡുകളെല്ലാം സംഗീത കോളേജ് റോഡ്, എല്ലാ റോഡും നല്ല റോഡുകളാണ്. നല്ല നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ നല്ല സ്മാർട്ടായിട്ട് പോകാനും എല്ലാം നല്ല ക്ലിയറായിട്ട് പറ്റുന്നുണ്ട്. നല്ല ഒരു ഇതാണ് സർക്കാരിനും എല്ലാത്തിനും. നമ്മൾ എല്ലാവരും അഭിപ്രായങ്ങൾ ഓട്ടോറിക്ഷക്കാർ യാത്ര ചെയ്യുന്നവർ പറയുന്നത് റോഡുകളൊക്കെ സ്മാർട്ടായിട്ടുണ്ടല്ലോ എന്നാണ് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നത്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമല്ല, കാൽനട യാത്രക്കാർക്കും ഒരുപോലെ സൗകര്യപ്രദമാകുന്നതാണ് പുതിയ റോഡുകളുടെ ഫുട്പാത്തുകൾ. ഭിന്നശേഷിക്കാർക്കും കാഴ്ചാപരിമിതർക്കുമെല്ലാം സൗകര്യപൂർവ്വവും ആസ്വദിച്ചും യാത്ര ചെയ്യാൻ കഴിയുന്നതാണ് ഫുട്പാത്തുകളുടെ നിർമ്മാണം. സ്മാർട്ടായ ഈ റോഡുകൾ കൂടി പരിഗണിച്ചാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് UN പുരസ്കാരം ലഭിച്ചത്. ഈ മനോഹരമായ റോഡിന്റെ കാഴ്ചകൾ ഒരുപക്ഷെ വാർത്താ പരമ്പരകളിൽ നിങ്ങൾ കണ്ടെന്നു വരില്ല. തിരുവനന്തപുരത്ത് നിന്ന് ബിച്ചു പൂവച്ചലിനൊപ്പം വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.